രാവിലെ ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു കേട്ടോ. ബിക്കോസ് എൻ്റെ മിക്ക പണികളും ഞാൻ ഇന്നലെ രാത്രി തന്നെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ത്രിലോക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ചിട്ട് മുടി ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടാൻ പറ്റുള്ളൂ ഗൈസ്. കാരണം നമ്മൾ വെട്ടി ലെയറൊക്കെ ഇടയ്ക്ക് പൊട്ടിപ്പോയിരിക്കുകയാണല്ലോ. സോ ഇങ്ങനെ മുറുക്കി കെട്ടി വയ്ക്കാൻ പറ്റും. പിന്നെ ഹെയറിൽ നല്ല ലെയറായിട്ട് കിടക്കുന്നുണ്ട്. മുടി മറ്റേ ബ്രഷ് വെച്ച് സ്ട്രെയിറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കിടക്കുന്നുള്ളൂ. ഞാൻ ഇതിന് മുന്നേ ടോണിയൻ കയ്യിൽ പോയാണ് ഹെയർ വെട്ടിയത്. അപ്പോൾ നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ വിഷമം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 ആഴ്ചക്കുള്ളിൽ എൻ്റെ മുടി വളർന്ന് ഇങ്ങനെ പന്തലിച്ച് ഇങ്ങനെ ഒപ്പം അങ്ങോട്ട് വന്നിരുന്നു. ആ ലെയറും ഫെദറും ഒക്കെ പോയി ഒരു മെനയില്ലാതെ വന്നിരുന്നു. ആ ഒരു വിഷമം എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം വീട്ടിൽ തന്നെ വെട്ടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. പക്ഷേ ആ ഒരു മിസ്റ്റേക്കിനെ വലിയ കണക്കിലെടുക്കുന്നില്ല. ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ ലെയർ ആയതുകൊണ്ട് തന്നെ. എനിവേ, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് അടിച്ചുവാരി തുടച്ച പൊടിയൊക്കെ കഴിഞ്ഞാണെങ്കിലും കുറച്ച് പൊടികൾ കണ്ടായതുകൊണ്ട് ഞാനൊന്ന് അടിച്ചു വരാൻ വിചാരിച്ചട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊടികൾ നമ്മൾ രാത്രി തുടച്ചിട്ടാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് രാവിലെ ഭയങ്കര റിലീഫ് ഉണ്ട് കേട്ടോ. വലിയ പണിയൊന്നുമില്ല. നമുക്കിങ്ങനെ വീട് മെന്നില്ലാതെ കിടക്കുമ്പോൾ നമ്മുടെ മൈൻഡും ഭയങ്കര വേറൊരു ഹറിബറി ലുക്കാവട്ടോ. ഇന്ന് എനിക്ക് ഭയങ്കര പീസ്ഫുൾ മോർണിംഗ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ഇന്നലെ രാത്രി തന്നെ എല്ലാം ചെയ്തു വെച്ചതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് പൊടിയൊക്കെ തട്ടി ഒന്ന് കൂളായിട്ട് അടിച്ചു വരാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. ഞാൻ ഇന്ന് ചോറാണ് തരുന്നത്, വേറെ ഒന്നും ഉണ്ടല്ല. ഇന്ന് എനിക്ക് ബീട്രൂട്ട് തോരനുണ്ട്. തോരനുള്ള ദിവസം കുറച്ച് ചൂട് ചോറിലിട്ട് നെയ്യ് ഒഴിച്ചിട്ട് കുഴച്ച് തിന്നണം. വാവ്, സ്വർഗം കാണും. പണ്ട് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഏതോ ഞങ്ങളുടെ ഒരു സാറ് പറഞ്ഞിട്ട്, PT സാറാന്ന് തോന്നുന്നു, പറഞ്ഞു ഐശ്വര്യായി പകുതി വെന്ത ചോറിൽ നെയ്യ് ഒഴിച്ചാൽ കഴിക്കണേന്ന്. ആ കാലം തൊട്ട് ഞാൻ തുടങ്ങിയ പരിപാടി കേട്ടോ ഈ ചോറിൽ നെയ്യ് ഒഴിച്ച് കഴിക്കാനുള്ള. നമ്മുടെ പകുതി എന്ത് ചോറൊന്നും അല്ല, എന്നാലും ചോറാണല്ലോ, അങ്ങനെയുള്ളൊരു മൈൻഡിൽ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ചോറിൽ നല്ല നെയ്യൊക്കെ ഒഴിച്ച് കുഴച്ച് കറിയുടെ കൂടെ. ചെറുപ്പത്തിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടാകും, വലുതാകുമ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേസേ. ബൈ.